എല്ലാ ആണുങ്ങളും ഈ പറഞ്ഞ പുരുഷന്മാരെ എന്തിനിങ്ങനെ പറയണ, എല്ലാ പുരുഷന്മാർക്കും ഇത് മാത്രമേ ഉള്ളൂ. ഒരു പുരുഷൻ ചീത്തയാന്ന് വെച്ചിട്ട് മൊത്തം ആൾക്കാർ ചീത്തയാവണമെന്നുണ്ടോ? സിനിമയിലുള്ള ആൾക്കാർ ആരെയും പേടിക്കണമെന്ന് പറയണേ? സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ സിനിമയിലെ നമ്മുടെ റോളുകൾ ഇല്ലാതെയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. തുറന്നു പറയാം, ഇന്നത്തെ കാലത്തല്ലേ ഇത് പറയാതെ കുറെ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുകയും പിന്നെ അത് സംസാരിച്ച് അത് നിർത്തി ആ പടം തീരുന്നവരെ അത് സഹിച്ച് നാളെ പോയി വിളിച്ച് പറയുന്നതിനോട് യോജിപ്പില്ല. പക്ഷെ ഇപ്പോഴത്തെ സമയങ്ങളിൽ ഞാനിപ്പോൾ ഈ അടുത്തൊരു സിനിമയിൽ അഭിനയിക്കാൻ പോയി. അപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ സംസാരിച്ച കൂട്ടത്തിലാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മുടെ സിനിമ സ്ത്രീകൾ തന്നെയാണ് നമ്മുടെ സിനിമയിലെ നമ്മുടെ റോളുകൾ ഇല്ലാതെയാക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ സ്വന്തം നിലപാടാണ്, ഞാൻ ആരും കുറ്റം പറയുന്നത്. തോന്നി എനിക്ക് ഈ പടത്തിന് അഭിനയിക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ആ പടത്തിൽ ഈ പറയുന്ന പോലെ ഒരുപാട് ലേഡീസ് ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. സത്യമായിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയത് എന്താ പറയുക, ഒന്നാമത് ഏത് സിനിമ അഭിനയിക്കാൻ ചെന്നാലും എന്നെ പ്രതിയാണെങ്കിലും ആരാണെങ്കിലും അഭിനയിക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് തുറന്നു പറയാം, ഇന്നത്തെ കാലത്തല്ലേ ഇത് പറയാതെ കുറെ കഴിഞ്ഞിട്ട് വിളിച്ചു പറയുകയും അപ്പൊ സിനിമാക്കാർക്ക് തന്നെ തോന്നി കാണും, എന്തിനാ ഇങ്ങനെയുള്ള വയ്യാവേലി നമ്മൾ സിനിമയിൽ വെച്ച് നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കണ എന്തിനാണ്? ശരിയല്ലേ? അവരെ സംബന്ധിച്ച് ഒരു പെണ്ണ് അവിടെ നോക്കി ഇവിടെ നോക്കി അവരങ്ങനെ ഇതിങ്ങനെ ചെയ്തു, ഇതൊന്നും ശരിയായ ഒരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നില്ല. സ്ത്രീകളുടെ ഭാഗത്താണോ തെറ്റ്? അല്ല, തെറ്റെന്ന് പറഞ്ഞാൽ എന്തിനാ ഞാൻ പറയട്ടെ, അങ്ങനെ തുറന്നു പറയാനുള്ളത് നമുക്ക് അവിടെ തന്നെ പറഞ്ഞ് തീർത്തൂടെ? നമ്മളത് പുറത്തറിയിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന സിനിമാ ഫീൽഡിലുള്ള മറ്റുള്ള ആൾക്കാരെയൊക്കെ അത് ബാധിക്കുകയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ സിനിമാ ജീവിതം ഇല്ലാതെയാക്കുന്നത്. എന്ന് വെച്ച് തെറ്റായ കാര്യങ്ങള് ചെയ്തു പോകാനല്ല ഞാൻ പറയണത്. ഇപ്പൊ ഒരാള് എന്തെങ്കിലും ഒരു ഫീൽഡിൽ വന്ന ഒരാൾ മോശമായിട്ട് നമ്മൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്ത് അവിടെ അതിനുള്ള ആൾക്കാരുണ്ട്, അവരെ ശ്രദ്ധയിൽപ്പെടുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മോനെ നമ്മൾക്ക് ഈ സംസാരം ശരിയല്ല, അവിടെ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ്. പിന്നെ അത് സംസാരിച്ച് അത് നിർത്തി ആ പടം തീരുന്നവരെ അത് സഹിച്ച് നാളെ പോയി വിളിച്ച് പറയുന്നതിനോട് യോജിപ്പില്ല. ചിലപ്പോ അത് അവസരത്തിന് വേണ്ടി ആയിരിക്കില്ലേ? അപ്പൊ അതാ പറഞ്ഞ, അങ്ങനെ അവസരത്തിന് വേണ്ടി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കുറ്റം പറയേ, അതിന് അവസരത്തിന് വേണ്ടി എന്ന് പറയാൻ പറ്റില്ല. അത് അവൻ്റെ കാര്യസാധ്യങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നും അല്ല. അത് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ആ പടത്തിന്റെ ആ പടത്തിലുള്ള ആൾക്കാരൊക്കെ സിനിമക്കാരൊക്കെ വിചാരിക്കും, എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മളൊരു സിനിമയിലെ ആളെ വിളിക്കുന്നത്? ലേഡീസ് ക്യാരക്ടർ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സ്ത്രീകൾ മാത്രമാണോ തെറ്റുകാര്? സ്ത്രീകൾ മാത്രം തെറ്റുകാരെന്നല്ല ഞാൻ പറയണത്, തെറ്റ് ചെയ്തതല്ല. ഒരു തെറ്റ് കണ്ടാൽ അപ്പൊ പ്രതികരിക്കാൻ പഠിക്കുക, അപ്പൊ തന്നെ സ്പോട്ടിൽ. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് ഒരു ഫീൽഡിൽ ഞാൻ ഒരു സിനിമ അഭിനയിക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ എനിക്ക് മോശമായിട്ട് ഒരാൾ സംസാരിച്ചാൽ ആദ്യം അതിനെ എന്നെ വിളിച്ച ആളെ ഞാൻ ആദ്യം പറയും. ഈ വിളിച്ച ആളാണ് എന്നോട് മോശമായി പെരുമാറി, ഞാൻ അതിന് ആ മുകളിലുള്ള ആളോട് ഞാൻ പറയും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിൽക്കണോ അതോ പോകണോ? എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ദിവസമാണ് ഞാൻ പോയിട്ടുണ്ടാവും. നമ്മളെ വിളിക്കുമ്പോഴേ നമുക്ക് നല്ല ഡീലിംഗ് ആയിരിക്കണം കേട്ടോ. ഫസ്റ്റ് പറയണം നമ്മൾ, എന്തിനാന്ന് ചെന്നിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ സ്പോട്ടിൽ പറഞ്ഞിട്ട് നമ്മൾ അത് തീർക്കാൻ ശ്രമിക്കണം. അതിനുള്ള ആൾക്കാരുണ്ട്. എല്ലാ ആണുങ്ങളും ഈ പറഞ്ഞ പുരുഷന്മാരെ എന്തിനിങ്ങനെ പറയണ, എല്ലാ പുരുഷന്മാർക്കും ഇത് മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും എന്ന് പറഞ്ഞു വെച്ചാൽ മൊത്തം ആൾക്കാരല്ലേ ഇത് ബാധിക്കുന്നത്. അപ്പൊ സ്ത്രീകളുടെ മാത്രം കുറ്റമല്ല, പുരുഷന്മാരിലും കുറ്റങ്ങളുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഒരു പുരുഷൻ ചീത്തയാന്ന് വെച്ചിട്ട് മൊത്തം ആൾക്കാർ ചീത്തയാവണമെന്നുണ്ടോ? ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ നല്ല ജോലി ചെയ്ത് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റിയൊരു ഫീൽഡ് തന്നെയാണ് സിനിമ ഫീൽഡ്. ഓക്കെ, സിനിമ ഫീൽഡ് അത്ര സേഫ് അല്ല എന്ന് പലരും പറയുന്നുണ്ട്. ഇപ്പം ന്യൂജനായിട്ട് വരുന്ന പിള്ളേര് പേടിക്കുന്നുണ്ട് സിനിമയിലേക്ക് കേറാനായിട്ട്. അതിനെ കുറിച്ചിട്ട് ഒരിക്കലും ഇല്ല, അത് തെറ്റായുള്ള വർത്തമാനമാണ്. ഇന്നത്തെ ന്യൂ വരുന്ന ജനറേഷൻ പിള്ളേർക്ക് ഒട്ടും പേടിക്കേണ്ടതില്ല. ഇന്ന് മീഡിയ അറിയാലോ, എല്ലാവർക്കും നല്ല ഇതുണ്ട്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുട്ടികൾ വരുന്ന പെൺകുട്ടികളൊക്കെ നല്ല എഫിഷ്യൻസ് ഉള്ള പെണ്ണുങ്ങളാണ്. അല്ല, അവർക്ക് ആരൊന്നും അറിയാത്ത കുട്ടികളേ അല്ല, അവർക്കെല്ലാം നന്നായിട്ട് അറിയാം. കാരണം എങ്ങനെ നമ്മൾ എവിടെ നിൽക്കണം, എങ്ങനെ പോകണം, ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല മോളെ. കാലം മാറി. ഞാനൊക്കെ വന്ന സാഹചര്യം ഒന്നുമല്ല ഇപ്പോഴത്തെ പെൺകുട്ടികൾ. ജോലി എന്ന് പറഞ്ഞ് സ്വീകരിക്കുന്ന ഒരു സിനിമ മേഖലയാണ്. ജോലിയായിട്ട് തന്നെ നമ്മളത് കാണുക, അഭിനയം ഒരു ജോലിയായിട്ട് തന്നെ കാണുക, വർക്ക് ചെയ്യുക, പോവുക. ഒരു പേടിയും സിനിമയിലുള്ള ആൾക്കാർ ആരെയും പേടിക്കണം എന്ന് പറയണേ? സിനിമയിലുള്ള ഡയറക്ടേഴ്സിനെയോ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെയോ പ്രൊഡ്യൂസേഴ്സിനെയോ എന്തിനു പേടിക്കണോ? അവരാരും ഒരു തെറ്റും ചെയ്യാൻ ഇപ്പം നിൽക്കാറില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് അവരുടെ സിനിമ വിജയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇപ്പോഴത്തെ കാലത്ത് വരുന്ന പെൺകുട്ടികൾ അതനുസരിച്ച് നോക്കി നല്ല വിവരമുള്ള പെൺകുട്ടികളാണ് വരുന്നത്. അവരൊന്നും ഇനി പഠിപ്പിക്കേണ്ട. ഇനി വരുന്ന കുട്ടികൾക്കൊക്കെ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്ത് നല്ല രീതിയിൽ വന്ന അവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി ഇതെന്താണ് ജീവിതം, സിനിമ എന്നുള്ളതൊക്കെ. അവർക്കൊന്നും ഒരു പ്രശ്നം ഇനി വരാൻ ചാൻസ് ഇല്ല. ധൈര്യമായിട്ട് അച്ഛനമ്മമാർക്ക് സിനിമാ മേഖലയിലേക്ക് മക്കളെ അഭിനയിക്കാൻ വിടാം. പിന്നെ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടായി അച്ഛനായാലും അമ്മയായാലും ആ കുട്ടിയാണെങ്കിൽ സ്പോട്ടിൽ പ്രതികരിക്കുക.